കറുത്ത കൊടിയുമായി സമരം ചെയ്യുന്നത് ഒരു തെറ്റല്ല. നമ്മളെല്ലാവരും കറുത്ത കൊടി കാണിച്ചിട്ടുണ്ട്. കറുത്ത കൊടി കാണിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഇന്നലെ ഞാൻ കണ്ട ദുഃഖകരമായ ഒരു കാഴ്ച, മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരുമ്പോൾ അംഗപരിമിതനായ ഒരു സുഹൃത്തിനെ എടുത്തുകൊണ്ടുവന്ന് റോഡിൽ എത്തിയിരിക്കുക. വളരെ വേഗത്തിൽ വരുന്ന വാഹനവ്യൂഹം കണ്ടാൽ സാധാരണ ആളുകൾക്ക്, സമരക്കാർക്ക് ഓടി മാറാം. പക്ഷെ ഒരു അംഗപരിമിതനെ ഇത്രയും വേഗത്തിൽ വരുന്ന 10-20 വണ്ടികൾ ഒരുമിച്ച് വരുന്ന ഒരു കോൺവോയുടെ മുന്നിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെ അപകീർത്തിപ്പെടുത്താനും നിറം കെടുത്താനുമുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അംഗപരിമിതന് മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കണമെങ്കിൽ ഫുട്പാത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇരുന്നുകൊണ്ട്, നടക്കാൻ പറ്റാത്ത ആളാണ്, ഇരുന്നുകൊണ്ട് കരിങ്കൊടി വീശാം, നമ്മൾ എതിരല്ല. പക്ഷേ അദ്ദേഹത്തെ എടുത്ത് ഈ വാഹന വ്യൂഹത്തിന്റെ മുന്നിൽ കൊണ്ടിരുത്തുക, അദ്ദേഹത്തെ എടുത്ത് മാറ്റി എഴുതണ്ടേ? അതിനെ പരിഹരിച്ചിട്ട് കാര്യമുണ്ടോ? തെറ്റല്ലേ ചെയ്യുന്നത്? അംഗപരിമിതരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മറയാക്കിക്കൊണ്ടുള്ള തരം താഴ്ന്ന സമര രീതികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കഴിഞ്ഞ കുറെ നാളുകളായി പത്തനാപുരം MLA ഗണേഷ് കുമാർ ഒട്ടും സുഖത്തിലായിരുന്നില്ല. എങ്കിലും നവകേരള സദസ്സ് പത്തനാപുരത്ത് എത്തിയപ്പോൾ കേരളത്തിൽ നടന്ന നവകേരള സദസ്സിൽ ഏറ്റവും നല്ല നവകേരള സദസ്സിൽ ഒന്നായി മാറി പത്തനാപുരത്തെ നവകേരള സദസ്സ് എന്നുള്ളതിൽ സംശയമില്ല. ഇതിന് ചുക്കാൻ പിടിച്ചത് KB ഗണേഷ് കുമാർ തന്നെയാണ്. സ്ഥലം MLAയുടെ അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയാണ് ഇത്തരം ഒരു ചടങ്ങ് ഭംഗിയായി നടന്നത്. എന്നാൽ ഈ ചടങ്ങിൽ പ്രസംഗിച്ച KB ഗണേഷ് കുമാർ ഇതിനെതിരെ, നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തുന്ന കരിങ്കൊടി പ്രയോഗങ്ങളെ കുറിച്ച് വളരെ നിശിതമായി തന്നെ പറയുകയുണ്ടായി. ഒരു വികലാംഗനെയും കൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന് എത്തിയത് എന്ന് മനസ്സിലാകുന്നില്ല. തീർച്ചയായും ഇവർ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാക്കി അവിടെ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കുവാൻ വേണ്ടി ബോധപൂർവം കൊണ്ടുവന്നതാണ് ഇത്തരത്തിൽ അംഗപരിമിതനായ ഒരാളെ എന്നാണ് KB ഗണേഷ് കുമാർ പറഞ്ഞത്. ഇത് പണച്ചിലവേറിയ ഒരു പരിപാടിയാണ് നവകേരള സദസ്സ്, അങ്ങനെയും പറഞ്ഞു വരുത്തുന്നുണ്ട് ആളുകൾ. ഇത് തെറ്റാണ്. ഇപ്പോൾ ഒരു വണ്ടി മേടിക്കുന്നതിന് എത്ര രൂപയാണ് ചെലവെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ നോക്കുമ്പോൾ നവകേരള സദസ്സിന് ഉപയോഗിക്കുന്ന വണ്ടി വളരെ ചിലവ് കുറഞ്ഞ ഒരു വണ്ടിയാണ് എന്നുള്ളത് അറിയാൻ സാധിക്കും. പല ടൂറിസ്റ്റ് ബസ്സുകളും 2-2.5 കോടി രൂപയുടെയുമാണ് ബസ്സുകൾ. എന്നാൽ നവകേരള സദസ്സിന് ഉപയോഗിച്ചിരിക്കുന്ന വണ്ടി കേവലം 1 കോടി രൂപയുടേതാണ് എന്നുകൂടി ഗണേഷ് കുമാർ ചേർത്ത് പറഞ്ഞു. നവകേരള സദസ്സ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ നേരിട്ട് കാണാൻ എത്തുന്നു എന്നുള്ളൊരു സവിശേഷത കൂടിയുണ്ട്. ലോകത്തിൽ ആദ്യത്തെ പരിപാടിയായിരിക്കും ഇത്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ജനങ്ങളെ കാണാൻ വേണ്ടി എത്തുന്ന ആദ്യത്തെ സദസ്സ് തന്നെയാണ് നവകേരള സദസ്സ് എന്നാണ് നവകേരള സദസ്സിന്റെ മേന്മയെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് KB ഗണേഷ് കുമാർ പ്രസംഗിച്ചത്. എന്തായാലും KB ഗണേഷ് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള മഞ്ഞു ഉരുകുന്നു, അഭിപ്രായ ഭിന്നതകൾ അകലുന്നു. KB ഗണേഷ് കുമാർ അധികം വൈകാതെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയെയും നവകേരള സദസ്സിനെയും പുകഴ്ത്തിപ്പാടിക്കൊണ്ട് KB ഗണേഷ് കുമാർ നടത്തിയ പ്രസംഗത്തിന്റെ പൊരുൾ ജനങ്ങൾക്ക് മനസ്സിലാകും. KB ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെയും നവകേരള സദസ്സിനെയും കുറിച്ച് പുകഴ്ത്തിപ്പാടിയ അല്ലെങ്കിൽ വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പിൽ അക്കമിട്ട് അടയാളപ്പെടുത്തി നിർത്തിയ ഈ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. വലിയ ഒരു ചെലവേറിയ പരിപാടിയാണ് ഇത് എന്നൊരു പ്രചരണം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. കറുത്ത കൊടിയുമായി ചില ആളുകൾ, കറുത്ത കൊടിയുമായി സമരം ചെയ്യുന്നത് ഒരു തെറ്റല്ല. നമ്മളെല്ലാവരും കറുത്ത കൊടി കാണിച്ചിട്ടുണ്ട്. കറുത്ത കൊടി കാണിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഇന്നലെ ഞാൻ കണ്ട ദുഃഖകരമായ ഒരു കാഴ്ച, മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരുമ്പോൾ അംഗപരിമിതനായ ഒരു സുഹൃത്തിനെ എടുത്തുകൊണ്ടുവന്ന് റോഡിൽ എത്തിയിരിക്കുക. വളരെ വേഗത്തിൽ വരുന്ന വാഹനവ്യൂഹം കണ്ടാൽ സാധാരണ ആളുകൾക്ക്, സമരക്കാർക്ക് ഓടി മാറാം. പക്ഷെ ഒരു അംഗപരിമിതനെ ഇത്രയും വേഗത്തിൽ വരുന്ന 10-20 വണ്ടികൾ ഒരുമിച്ച് വരുന്ന ഒരു കോൺവോയുടെ മുന്നിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെ അപകീർത്തിപ്പെടുത്താനും നിറം കെടുത്താനുമുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അംഗപരിമിതന് മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കണമെങ്കിൽ ഫുട്പാത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇരുന്നുകൊണ്ട്, നടക്കാൻ പറ്റാത്ത ആളാണ്, ഇരുന്നുകൊണ്ട് കരിങ്കൊടി വീശാം, നമ്മൾ എതിരല്ല. പക്ഷേ അദ്ദേഹത്തെ എടുത്ത് ഈ വാഹന വ്യൂഹത്തിന്റെ മുന്നിൽ കൊണ്ടിരുത്തുക, അദ്ദേഹത്തെ എടുത്ത് മാറ്റി എഴുതണ്ടേ? അതിനെ പരിഹരിച്ചിട്ട് കാര്യമുണ്ടോ? തെറ്റല്ലേ ചെയ്യുന്നത്? അംഗപരിമിതരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മറയാക്കിക്കൊണ്ടുള്ള തരം താഴ്ന്ന സമര രീതികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. എനിക്കറിയാത്തൊരു ചോദ്യം, ഞാനൊരു 23 വർഷമായിട്ട് MLA കേരളത്തിന്റെ നിയമസഭയിൽ പത്തനാപുരത്ത് പ്രതികരിച്ച് നിങ്ങൾ എന്നെ 5 തവണ അയച്ചു. രാഷ്ട്രീയത്തിൽ എൻ്റെ പിതാവും വളരെ സജീവമായിരുന്നു. 7 വർഷങ്ങളോളം, 50-60 വർഷം ജനിച്ചു വളർന്നതേ രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രി നടക്കുന്ന പരിപാടിയിൽ ഇത്തരം വേലകൾ കാണിക്കാൻ പോകുന്നവരെ ആഹ്വാനം ചെയ്യേണ്ട ഒരാളാണ്. ഒന്നുകിൽ കേരളത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് ആഹ്വാനം ചെയ്യണം,
അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയണം മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം കരിങ്കൊടി കാണിക്കണം. ആരാണ് ഇതിൽ ആഹ്വാനം ചെയ്തത്? UDF എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഉത്തരം പറയണം. ഇല്ല. ഏതെങ്കിലും പത്രങ്ങളിലോ TV-കളിലോ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിന്റെ പ്രസിഡന്റോ എല്ലാ സ്ഥലത്തും പോയി യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കണം എന്ന് പറഞ്ഞോ? യൂത്ത് കോൺഗ്രസുകാർ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് നടത്തി എന്ന് പറഞ്ഞപ്പോൾ ഇതേ KPCC പ്രസിഡന്റ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അത് ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോട്ടിക്കുന്നവൻ നമ്മുടെയാണ്, കള്ളം ചെയ്യുന്നവൻ നമ്മുടെയാണല്ല, കുഴപ്പമുണ്ടാക്കുന്നവൻ നമ്മുടെയാണ്. അതെന്ത് ശാസ്ത്രമാണ്? നമ്മുടെ ആളാണെങ്കിൽ നമ്മളാണ്, തെറ്റ് ചെയ്താലും ശരി ചെയ്താലും നമ്മുടെ ആളാണെന്ന് പറയണം. എന്തിനാണ് കരിങ്കൊടി കാണിക്കുന്നത്? സർക്കാരിന്റെ ദൂർത്ത് എന്നാണ് ന്യായം. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. പത്തനാപുരത്ത് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് ഞാനാണ്. പഞ്ചായത്തുകളെ വഴി ഉത്തരവ് തന്നു എന്ന് പറയുന്നു. ഹൈക്കോടതി ഇടപെടലുണ്ടായി. കമ്മിറ്റി പൂർണ്ണമായി തീരുമാനിക്കാതെ പൈസ തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാണുന്ന ഈ ഒരുക്കങ്ങളെല്ലാം ഞാൻ നേതൃത്വം കൊടുത്തിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെ. ഞങ്ങൾ ഒരുമിച്ച് നിന്ന്, ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഞങ്ങൾ കുറച്ചുപേർ ഒരുമിച്ച് നിന്ന് ഓരോ കമ്മിറ്റിയുടെയും കൺവീനർമാരെ സഹകരിച്ച് നിന്ന് നമ്മുടെ നാട്ടുകാരായ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും സ്പോൺസർഷിപ്പ് വാങ്ങിച്ചാണ് നടന്നത്. എല്ലാവരും മനസ്സിലാക്കാൻ സർക്കാരിന്റെ ഒരു ദൂർത്തുമില്ല. ഈ പരിപാടിയിൽ സർക്കാരിൽ നിന്ന് കിട്ടിയ പൈസ ബഹുമാനപ്പെട്ട മന്ത്രിമാർ മനസ്സിലാക്കുക, വെറും 3 ലക്ഷം രൂപയിൽ താഴെ. അപ്പൊ സർക്കാരിന് എന്ത് ദൂർത്ത? 3 ലക്ഷം. അതേസമയം ഇതിനെ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പുള്ള UDF സർക്കാർ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടി നടത്തി. ഒരു പരിപാടിക്ക് കൊല്ലത്ത് നടന്ന ഫാത്തിമ കോളേജിന്റെ ഗ്രൗണ്ടിൽ നടന്ന ഒരു പരിപാടിക്ക് ഓരോ ജില്ലയിലും അവർ ചെലവാക്കിയത് 7 കോടി 8 കോടി രൂപയാണ്. ഇതെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് കിട്ടിയ അപേക്ഷകളിൽ ചികിത്സാ സഹായങ്ങൾ അനുവദിച്ചത് വെറും 5 കോടി രൂപയാണ്. അതായത് ഒരു ജില്ലയിൽ ഏതാണ്ട് 7 കോടി 8 കോടി ചിലവഴിച്ച് രാവിലത്തെ കാപ്പി, ഊണ്, വെള്ളം, താമസം, ഉദ്യോഗസ്ഥന്മാരെ പന്തല്, മറ്റത് മറിച്ചത് എല്ലാം കൂടി 7 കോടി രൂപ ശരാശരി ചെലവഴിച്ച് എല്ലാ ജില്ലകളിലും പരിപാടി നടത്തിയിട്ട് അതിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയ ഉപകാരം എന്ന് പറയുന്ന ചികിത്സാ സഹായമായി കിട്ടിയ 5 കോടി രൂപയാണ്. എങ്ങനെയാണ് ഈ 5 കോടി നിന്നത്? തെന്മനയിൽ നിന്നും ആര്യങ്കാവിൽ നിന്നും പത്തനാപുരത്തും കട്ടിലിൽ കിടക്കുന്ന പാവങ്ങളെ ഞാനടക്കം ആംബുലൻസിൽ കിടത്തി അവിടെ കൊണ്ടുപോയപ്പോൾ എഴുതി കൊടുത്തു 50,000, 1 ലക്ഷം. അന്ന് എല്ലാ മന്ത്രിമാർക്കും എഴുതായിരുന്നു. ഞാനും ഒരു മന്ത്രിയായിരുന്നു, ഞാനും എഴുതി എൻ്റെ നാട്ടുകാർക്ക് 1,75,000. കിട്ടിയതാർക്കാ? ഫാത്തിമ കോളേജിൽ നമ്മൾ പോയപ്പോൾ ആരാണ്ട് ചോദിച്ചു, എന്താ ഒരു ആൾക്കൂട്ടം എന്ന് ചോദിച്ചു. അപ്പൊ ഈ ആൾക്കൂട്ടം കണ്ടപ്പം പറഞ്ഞു, അവിടെ മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹം എല്ലാവർക്കും പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു. എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. വെള്ള പേപ്പർ അവിടെ ഇരിപ്പുണ്ട്, എഴുതിയാൽ മതി. വെള്ള പേപ്പറിൽ എഴുതി, എനിക്ക് ശ്വാസമുട്ടലും നെഞ്ചുവേദനയുമാണ്. ഉടനെ അതിന്റെ അടിയിൽ 3,000, 4,000, 5,000 എന്ന് മുഖ്യമന്ത്രി എഴുതി കൊടുത്തു. അന്നത്തെ മുഖ്യമന്ത്രി ആ 3,000, 4,000, 5,000 മാറിയതാണ് 5 കോടി രൂപ. എന്നാൽ കിടക്കപ്പായിൽ എഴുന്നേൽക്കാതെ മലമൂത്ര വിസർജനം പോലും വർഷങ്ങളായി കട്ടിലിൽ കിടന്ന് ചെയ്യുന്ന ആംബുലൻസ് വന്നവർക്ക് എഴുതി 50 കിട്ടിയില്ല, 75 കിട്ടിയില്ല. ഈ 3,000 കാരം വഴിയെ പോയപ്പം ഗ്യാസിന്റെ അസുഖം ഉണ്ടെന്ന് എഴുതി കൊടുത്തവർക്കും ശ്വാസം മുട്ടുന്നെന്ന് തോന്നിയവർക്കും അവർക്കെല്ലാം കിട്ടി 3,000, 4,000 രൂപ വെച്ച്. ഇതാണോ ജനസമ്പർക്ക പരിപാടി? ജനങ്ങൾക്ക് പണം കൊടുത്തവരെ സന്തോഷിപ്പിക്കലല്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുന്നോട്ട് പോകുന്നതാണ് ഒരു സർക്കാരിന്റെ ചുമതല എന്ന് നമ്മൾ വെച്ചാൽ. അതാണ് ഇവിടെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിർവഹിക്കുന്നത്.